സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി 40 വർഷത്തിന് ശേഷം പിടിയിൽ. കൊല്ലം പൂയപ്പള്ളി വെളിയം പടിഞ്ഞാറ്റിൻകരയിൽ മോഹനൻ പിള്ളയാണ് പിടിയിലായത്. മദ്യലഹരിയിൽ കേസ് എനിക്ക് വെറും പുത്തരിയാണ് എന്ന് പറഞ്ഞതാണ് കേസിൽ വഴിത്തിരിവായത്. സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി 40 വർഷങ്ങൾക്ക് ശേഷം പോലീസ് പിടിയിൽ. വെളിയം പടിഞ്ഞാറ്റിൻകര കോടിയാട്ട് വീട്ടിൽ മോഹനൻ പിള്ളയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 1987 ജനുവരി 11-നാണ് മോഹനൻ പിള്ള വെളിയം പടിഞ്ഞാറ്റിൻകര ചന്ദ്രശേഖര പിള്ളയെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ മദ്യപിച്ച് ബഹളം വെച്ച ചന്ദ്രശേഖര പിള്ളയെ വെട്ടുകത്തികൊണ്ട് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം മോഹനൻ പിള്ള നാടുവിട്ടു. ആദ്യം വേളാങ്കണ്ണിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിന്നീട് കോട്ടയം കല്ലറയിൽ തോട്ടം പണിക്കായി എത്തി. അന്ന് 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പ്രതി അവിടെ മറ്റൊരു പേരിൽ വിവാഹം കഴിച്ച് കുടുംബമായി താമസിച്ചു വരികയായിരുന്നു. അടുത്തിടെ അസുഖം ബാധിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായി. അവിടെ വെച്ച് വെളിയം സ്വദേശിയെ അവിചാരിതമായി കണ്ടുമുട്ടിയതോടെയാണ് കഥയിലെ ട്വിസ്റ്റ്. മോഹനൻ പിള്ളയെ കണ്ട കാര്യം അയാൾ ബന്ധുക്കളെ അറിയിച്ചു. ബന്ധുക്കൾ ഇക്കാര്യം പോലീസിനോടും പറഞ്ഞു. ഇതോടെ വീണ്ടും അന്വേഷണം ഊർജിതമായി. കോട്ടയം ഭാഗങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. വീടിനടുത്തുള്ള കള്ളുഷാപ്പിൽ ജോലി ചെയ്തിരുന്ന പ്രതി മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കുകയും കേസ് തനിക്ക് പുത്തരിയല്ല എന്ന് പറഞ്ഞതായും പോലീസിന് വിവരം ലഭിച്ചു. രാജൻ എന്ന പേരിൽ താമസിച്ചു വന്ന മോഹനൻ പിള്ള ഒടുവിൽ പിടിയിലായി. കുറ്റം സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ സഹോദരിയും മറ്റു ബന്ധുക്കളും നാട്ടുകാരും തിരിച്ചറിഞ്ഞു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഷാജി സുഗുണന്റെയും കൊട്ടാരക്കര ഡിവൈഎസ്പി ബിനുകുമാറിന്റെയും നിർദ്ദേശാനുസരണം പൂയപ്പള്ളി SHO പി ഷാജിമോൻ, ASI-മാരായ M രജനീഷ്, ബാലാജി S കുറുപ്പ്, CPM-മാരായ റിജു, ബിപിൻ, സജീവ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പിടികൂടിയത്. 40 വർഷം മുമ്പ് സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയിരുന്ന പ്രതിയായ മോഹനൻ പിള്ള 65 വയസ്സ്, അയാളെ പൂയപ്പള്ളി പോലീസ് കോട്ടയത്ത് കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11/1/1987 വൈകുന്നേരം 6 മണിയോടെ ചന്ദ്രശേഖര പിള്ള എന്ന ആളിനെയാണ് മോഹനൻ പിള്ള വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവശേഷം ഇവിടെ നിന്ന് വേളാങ്കണ്ണിയിൽ പോവുകയും അവിടെ നിന്ന് പിന്നീട് കോട്ടയത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ തോട്ടം പണിക്ക് നിന്ന ശേഷം അവിടെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു 2 കുട്ടികളുമായിട്ട് താമസിച്ചു വരികയായിരുന്നു. ഈ കേസിലെ പ്രതിയെപ്പറ്റി പോലീസ് പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷിച്ച് വരുമ്പോഴാണ് ഒരു സൂചന ലഭിക്കുന്നത്. തുടർന്ന് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ ബന്ധുക്കളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.